സെമിനാറിനും സെന്റ് ഓഫ് ചടങ്ങിനും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ ഡോക്ടർ അബ്ദുൽ ഹലീം സാറ് നയിക്കുന്ന സെമിനാറും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്തുതിരകമായ സേവനത്തെ തുടർന്നുള്ള യാത്രയപ്പും ഒരുമിച്ച് നടത്തുന്ന ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. കുടുംബജാതം തുര്യാക്കുസേവിയ സുകീർത്തിത പുണ്യവന്തം മാതൃപ്രദേശ സമുദായ ഡിഗ്രി ഫ്രം ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരം മനസ്സിലാക്കുവാനായിട്ട് ഹക്കീം കായംകുളം സ്വദേശിയാണ്. ഇംഗ്ലീഷ് അറബി സാഹിത്യങ്ങളിൽ MA-യും ന്യൂഡൽഹി IIMC-യിൽ നിന്ന് ജേർണലിസവും IIM-ൽ നിന്ന് മാനേജ്മെന്റ് എന്നിവയിൽ പരിശീലനം നേടി. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. വിവിധ പത്രങ്ങളിൽ ലേഖകനായും സബ് എഡിറ്ററായും പ്രവർത്തിച്ചു. വിവിധ കോളേജുകളിൽ അധ്യാപകനായി പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ചേർന്ന ശേഷം വിവിധ ജില്ലകളിൽ ഇൻഫർമേഷൻ ഓഫീസർ, ഡെപ്യൂട്ടി ഡയറക്ടർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യൽ ഓഫീസർ, റൂറൽ ഇൻഫർമേഷൻ ചീഫ് ഓഫീസർ, മീഡിയ അക്കാദമി സെക്രട്ടറി, റവന്യൂ പബ്ലിസിറ്റി ചീഫ്, അഡീഷണൽ ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 3 തവണ സർക്കാർ ഗുഡ് സർവീസ് എൻട്രി നൽകി. മോഹങ്ങൾ മരവിച്ചവർ, അറബികളുടെ ചരിത്രം, ശബരിമല സേവന രൂപം എന്നീ പുസ്തകങ്ങളുടെ രചയിതാവാണ്. നിരവധി പുസ്തകങ്ങളുടെ എഡിറ്ററും വിവരാവകാശ നിയമത്തിലെ പരിശീലകനുമാണ്. ഇത് നമ്മൾ വായിച്ചു കേട്ട പ്രൊഫൈലാണ്. അതിനപ്പുറത്തേക്ക് വളരെ സ്നേഹമുള്ള നല്ലൊരു മനുഷ്യൻ. അതാണ് എനിക്ക് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോഴൊക്കെ മനസ്സിലായിട്ടുള്ളത്. ഒരുപാട് സ്നേഹത്തോടെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ബിനു സാറിനെ ചാവറ കൾച്ചർ സെന്റർ പരിചയപ്പെടുത്തുന്നത് മഹാമണ്ഡലമാണ്. കാരണം ചാവറയുടെ ഭാഗമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് നിയമ കാര്യങ്ങളെ കുറിച്ച് റൈറ്റ് ടു ഇൻഫർമേഷൻ പോലെ തന്നെ ഉപഭോക്താവിൻ്റെ റൈറ്റ്സ് എന്താണ് എന്ന കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് വേണ്ടി ഞങ്ങൾ കാണുന്നത് എല്ലാ ആഴ്ചയിലും പേപ്പറിൽ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും. അത് പേപ്പറിൽ മാത്രമല്ല, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ പവർ അത് വളരെ സ്നേഹപൂർവ്വം നിഷ്പക്ഷമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. കൺസ്യൂമർ കോർട്ടുകൾ കേരളത്തിൽ 5 എല്ലാ ജില്ലയിലും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഏകദേശം 5 സ്ഥലങ്ങളിലേക്കാണ് അറിയപ്പെട്ടു തുടങ്ങിയത്. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എറണാകുളം കൺസ്യൂമർ കോർട്ടാണ് കൃത്യമായും നീതമായും വ്യക്തമായും ഇത്തരം കാര്യങ്ങളിൽ ഉപഭോക്താവിൻ്റെ നമ്മളൊക്കെ ഇരട്ടി പൈസ കൊടുത്ത് മേടിക്കുന്ന കാര്യങ്ങളിൽ വരുന്ന അപകടങ്ങളെ കുറിച്ച് കൃത്യമായി ധാരണ കൊടുത്തുകൊണ്ട് ക്ലാസ്സുകൾ എടുക്കുക. ഇപ്പോൾ ആ ക്ലാസ്സുകൾ അധികം പോകുന്നില്ല, ജഡ്ജായിട്ടിരിക്കുകയാണ്, നല്ല തിരക്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിനു സാറിനെ ഈ ചടങ്ങിലേക്ക് ബിനു സാറാണ് എന്നെ ഓർമ്മപ്പെടുത്തി പെട്ടെന്ന് നമുക്ക് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാമെന്നുള്ളൊരു വളരെ സ്നേഹത്തോടെ ചാവറയിലേക്ക് എപ്പോഴും ഓടി വരിക എല്ലാ പ്രോഗ്രാമിലും എത്തുന്ന ബിനു സാറിനെ ഒരുപാട് സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കെ നമ്പൂതിരി സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. IP ജോസഫ് സാറ് ഇവിടെ സന്നിഹിതനാണ്. ഞാൻ പങ്കെടുത്തിട്ടുള്ള ബിനു സാറിനോടൊപ്പം പങ്കെടുത്തിട്ടുള്ള എല്ലാ പ്രോഗ്രാമിലും IP സാറുണ്ട്. വളരെ സജീവമായി ഊർജ്ജസ്വലതയോടുകൂടി വ്യത്യസ്തമായ വിഷനോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. എൽഡർലി ആളുകൾക്ക് വേണ്ടി എനിക്ക് തോന്നുന്ന ജീവിതം സമർപ്പിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ കൂടിയാണ്. ഒപ്പം തന്നെ അദ്ദേഹം സ്പോർട്സ് മേഖലയിലും തൻ്റെതായ രീതിയിൽ ലെഗസി കൊണ്ടുവരുവാനും കോർഡിനേറ്റ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. IP സാറിനെ ഒരുപാട് സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ചെറിയൊരു വാശി പിടിച്ചിരുന്നു. കോളേജിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടാകണം. ഒറ്റ കാരണം ആദ്യം തൊട്ടേ ഞാനത് പറയുന്നതാണ്. ഞങ്ങളൊക്കെ
മുതിർന്നവരായി പോയി. ഞങ്ങൾക്കൊരു ബില്ല് കിട്ടിയാൽ തിരിച്ചു ചോദിക്കാനായിട്ട് മടിയും ഡെലിക്കസിയൊക്കെ ഉള്ള നിങ്ങൾ ചോദിക്കും. നിങ്ങൾ പുതിയ തലമുറ ചോദിക്കാമാണ്. അപ്പോൾ ഇത് എങ്ങനെ ആദ്യം ചടങ്ങ് തുടങ്ങണമെന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. എന്തായാലും നമുക്ക് വിളക്ക് തെളിച്ച് അദ്ദേഹം എൻ്റെ മുതിർന്ന സഹോദരൻ ആണ്. അതായത് ജുഡീഷ്യറി എനിക്ക് മുമ്പേ പ്രവർത്തിച്ച് റിട്ടയർ ചെയ്ത സാർ, ശ്രീ അബ്ദുൽ ഹക്കീം, ഇന്നത്തെ വിശിഷ്ടാതിഥി കാരണം ഒഴിയണം, ഇന്നെവിറ്റബിളാണ്. അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു പ്രോഗ്രാം സെമിനാർ നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ, ശ്രീ മോഹൻദാസ് സാർ പറഞ്ഞപ്പോൾ എനിക്ക് ഒഴിവാക്കാൻ ഒരിക്കലും പറ്റുമായിരുന്നില്ല. മാത്രമല്ല ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു നോ എന്ന ടോപ്പിക് എന്തുകൊണ്ടും എനിക്ക് പണ്ട് മുതലേ വളരെ പ്രിയപ്പെട്ടതുമാണ്. തീർച്ചയായും ഞാൻ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഇന്ത്യൻ ഭരണഘടന ഇന്റർപ്രറ്റ് ചെയ്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു മൗലിക അവകാശമാണ്. ഇന്ത്യയിൽ ഏതൊരു പൗരനും ഏത് പബ്ലിക് ഓഫീസിൽ നിന്നും ഏത് പബ്ലിക് അതോറിറ്റിയുടെ കീഴിലുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനുള്ള, ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. വ്യക്തമായ ഭാഷയിൽ അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിൾ പറഞ്ഞു. എനിക്ക് കൂടുതൽ പേഴ്സണൽ അക്വൈൻറ്റൻസ് ഇല്ല അദ്ദേഹവുമായി, പക്ഷെ പലപ്പോഴും കേട്ടു ഒക്കെ അറിയാം. ഒരുപാട് ഡിഗ്രി, ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യത. ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ സെക്ടറിൽ, കാരണം അദ്ദേഹം പബ്ലിക് റിലേഷൻസ് ഓഫീസർ പല ഓഫീസുകളിലും വർക്ക് ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം ആളുകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ. അവർക്ക് രേഖ കിട്ടാത്തതുണ്ട്. നിങ്ങളൊരു വില്ലേജ് ഓഫീസിൽ പോയി പൊസിഷൻ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് ദിവസങ്ങളോളം നടക്കേണ്ടി വന്ന സ്ഥിതി ആലോചിച്ചു. ഇതൊക്കെ ഫിംഗർടിപ്പിൽ നമുക്ക് മനുഷ്യൻ കിട്ടേണ്ടതല്ലേ? ആരുടെ ഔദാര്യമല്ലല്ലോ ചോദിക്കുന്നത്. എനിക്ക് കിട്ടാനുള്ള അവകാശം പബ്ലിക് ഓഫീസിൽ നിന്ന് ചോദിക്കുമ്പോൾ അത് എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള അവകാശം തീർച്ചയായിട്ടും. അപ്പോൾ അതിനെ സംബന്ധിച്ച് വളരെ നേരിട്ട് അനുഭവമുള്ള ഒരാളെന്ന നിലയിൽ ഈ പൊസിഷനിൽ എത്തിയപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് ഒരു മനുഷ്യ മുഖം അതിന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി, ഒരു ഉത്തരവാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് നമുക്കറിയാം, 2019 റിപ്പോർട്ട് കൊടുത്തത്. ആപ്ലിക്കേഷൻസ് പലത് കൊടുത്തു. 2024 കൊടുത്തൊരു ആപ്ലിക്കേഷനിലാണ് അത് അതിൽ ഡിക്ലൈൻ ചെയ്തു. അതിൻ്റെ മുകളിലാണ് കമ്മീഷനിൽ പോയത്. കമ്മീഷൻ കൊടുക്കാൻ പറഞ്ഞു. കുറേ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെക്ഷൻ 8 കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ചില പ്രിവിലേജിൽ കരുതുന്നു. അദ്ദേഹം കുറച്ചിട്ടുണ്ടെങ്കിലും അധികം പ്രായം ഫീൽ ചെയ്യില്ല. അപ്പോൾ ഈ ചെറുപ്പം തീർച്ചയായും വരുന്ന കാര്യങ്ങൾ ഭാവിയിൽ ഉപയോഗപ്പെടുത്തണം, ഒരിക്കലും വിശ്രമിക്കരുത്. കാരണം അദ്ദേഹത്തിന് ഈ റൈറ്റ് ഇൻഫർമേഷൻ സെക്ടറിലാണെങ്കിലും ശരി, അതുമായി ബന്ധപ്പെട്ട മറ്റ് പല സബ്ജക്റ്റുകളിലും വളരെ വളരെ നോളജബിളാണ്. ആ അറിവ് ഉപയോഗപ്പെടുത്തണം, സമൂഹത്തിന് പ്രയോജനപ്പെടുത്തണം. വളരെ ആക്റ്റീവായിട്ടിരിക്കുക. എല്ലാ ഭാഗങ്ങളും നേരുന്നു. ഒപ്പം ഇവിടെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, റൈറ്റ് ടു ഇൻഫർമേഷൻ ഒരു ഇമ്മീഡിയറ്റ് നെസസിറ്റി ആയിരിക്കില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ
ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. നാളത്തെ ഈ രാജ്യത്തെ നയിക്കേണ്ടവരാണ്. ഈ രാജ്യം നേരത്തെ പറഞ്ഞതുപോലെ നേരായ വഴിക്ക് പോകണം. പോയാൽ മാത്രമേ അത് അഭിവൃദ്ധിയിലേക്ക് പോകാൻ കഴിയൂ. അത് ഈശ്വരയുടെ ഉത്തരവാദിത്വം വേണം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, സൊസൈറ്റിക്ക് ജനറലായിട്ടുണ്ടാക്കുന്ന പ്രയോജനം എന്താണ് എന്ന് മനസ്സിലാക്കിയ തീർച്ചയായും അത് ഭാവിയിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഉപകാരപ്രദമായിരിക്കും. പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേരുന്നു. സംഘാടകർക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി ടി അജിത് കുമാർ, ഇന്നത്തെ മറ്റൊരു വിശിഷ്ടാതിഥി വിവരാവകാശ കമ്മീഷന്റെ കമ്മീഷണർ ഡോക്ടർ അബ്ദുൽ ഹക്കീം, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഡി ബി ബിനു, ചവറ കൾച്ചറൽ സെന്ററിന്റെ ഡയറക്ടർ ഫാദർ അനിൽ, ശ്രീ കെ എൻ കെ നമ്പൂതിരി, ഷാഹിയ രാക്ഷി കേരള ഫെഡറേഷൻ, സ്റ്റേറ്റ് കോർഡിനേറ്റർ പരിവർത്തൻ കേരളയുടെ ശ്രീ ഐ ജോസഫ്, പ്രിയമുള്ള കുട്ടികളെ, വിവരാവകാശ പ്രവർത്തകരെ, സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങളെല്ലാം ഇന്ന് ഇവിടെ യോജിച്ചുകൊണ്ട് ഒരു വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ളൊരു സ്റ്റഡി ക്ലാസ്, അതോടൊപ്പം ആ നിയമം ജനകീയമാക്കിയ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കിയ, അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്ന, കഴിഞ്ഞ 3 വർഷമായി നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ അബ്ദുൽ ഹക്കീമിൻ്റെ, അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ ആ ടെന്യൂർ അവസാനിക്കുന്ന ഈ ചടങ്ങിൽ അദ്ദേഹത്തിന് ഒരു യാത്രയായിട്ട് കൂടി കൊടുക്കുക എന്ന ഒരു ചടങ്ങാണ്. അദ്ദേഹത്തെക്കുറിച്ച് അച്ഛൻ വളരെ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് എക്സലൻസിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞു. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ, ഇൻക്ലൂഡിങ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. എടുത്തെടുത്തൊന്നും കൂടുതൽ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ജനങ്ങൾക്ക് അറിയാം അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം എടുത്തു പറയേണ്ട രീതിയിൽ ഹൈബ്രിഡ് സിറ്റിംഗ്, വെർച്വൽ സിറ്റിംഗ്, അത് കംപ്ലൈൻറ്റ് എങ്ങനെയെങ്കിലും അയച്ചാൽ മതി, ഓൺലൈൻ അയച്ചാൽ, ഓൺലൈൻ ഹിയറിംഗ്, ഓൺലൈൻ ഓർഡേഴ്സ്, ഇതൊക്കെ സാധാരണ ഇപ്പോൾ ഹൈക്കോടതിയൊക്കെ ചെയ്തു തുടങ്ങിയെങ്കിലും അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതൊക്കെ ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമുക്ക് ഈ മൊബൈൽ നമ്മൾ യൂസർ ഫ്രണ്ട്ലി ആയിരുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് പുതിയ ഓഫീസർമാർ, പുതിയ സ്ഥാനത്തിരിക്കുന്നവർക്ക് അതൊക്കെ ചെയ്യാൻ സാധിക്കും. ഇന്ത്യൻ പാർലമെന്റ് 1987 നടപ്പിലാക്കിയതാണ്. സാധാരണക്കാരനും പാവപ്പെട്ടവനും നീതി നിഷേധിക്കരുത് എന്ന് ഭരണഘടന എഴുതി വയ്ക്കുകയും സാധാരണക്കാരനും പാവപ്പെട്ടവനും നീതി കോടതിയിൽ ലഭ്യമല്ലാതെ വരികയും ചെയ്ത ഒരു സാഹചര്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ പാർലമെന്റേറിയൻസ് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് എന്ന നിയമം നടപ്പിലായത്. അതായത് പാവപ്പെട്ടവർക്ക് നിയമസഹായം, പാവപ്പെട്ടവർക്ക് കോടതി ചെലവുൾപ്പെടെ സർക്കാർ കൊടുത്ത് കേസ് നടത്തുന്ന സംവിധാനം. ഈ നിയമത്തെക്കുറിച്ച് വക്കീലന്മാർക്ക് പോലും പലർക്കും അറിയില്ല. 10-12 വർഷം പ്രാക്ടീസ് ചെയ്ത് വക്കീല് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്, സർ വാട്ട് ഈസ് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട്. ഞാൻ കെൽസ മെമ്പർ സെക്രട്ടറി ആയിരുന്നു. ഞാൻ കൺഫ്രണ്ട് ചെയ്ത ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ പ്രവർത്തിക്കണമെന്നുള്ളതാണ്. സെക്കൻഡ് ലോ, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്. ഈ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് വരുന്ന 72 പ്രോസസ്സൽ ജസ്റ്റിസ് ടു ദ പോർ എന്ന് പറഞ്ഞ് ജസ്റ്റിസ് ബി.ആർ. കൃഷ്ണയ്യർ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 72 കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 87 നിയമം വരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക ഓരോ നിയമങ്ങൾ വരുന്നത്. ജസ്റ്റിസ് കെ മാത്യു 1975 സാധാരണക്കാരനും പാവപ്പെട്ടവനും ഭരണ രംഗത്ത് നടക്കുന്ന കാര്യങ്ങളിൽ സുതാര്യത വേണം, അവന് അറിഞ്ഞിരിക്കണം, ഓരോ പൗരനും അറിയാനുള്ള അവകാശമുണ്ടെന്ന് 75 അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. പൊളിറ്റിക്കൽ റൈറ്റ്സ്, കവനന്റ് ഓഫ് ഇന്റർനാഷണൽ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, കവനന്റ് ഓഫ് ഇന്റർനാഷണൽ സോഷ്യോ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്. ഈ 2 കവനന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ പാർലമെന്റ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് നടപ്പിലാക്കിയത്. അതും സാധാരണ ജനങ്ങളുടെ ഇൻഹ്യൂമനായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടുന്ന ഓരോ മനുഷ്യനും ജന്മസിദ്ധമായ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന, അത് ആ പ്രഖ്യാപനം നടപ്പിലാക്കുന്ന വേദികളുണ്ട്. കോടതിക്ക് ഹ്യൂമൻ റൈറ്റ്സ് കോർട്സ് ഉണ്ട്. ഇന്ന് ഭരണഘടനാടിസ്ഥാനമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടായ ഹൈക്കോടതിയുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മറ്റ് എല്ലാ കോടതികളുണ്ട്.
അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരം സ്ഥാപിതമായ കമ്മീഷൻ എന്ന് എല്ലാ സംസ്ഥാനത്തും പ്രവർത്തിക്കുന്നു. ഈ നിയമങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് സാധാരണ രീതിയിൽ ഞാൻ അച്ഛനോട് പറയുന്നു, പ്രവാസി ലീഗൽ സെൽ തയ്യാറാണ്. ഈ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും നമുക്ക് ഓരോ സെമിനാറുകൾ വെച്ച് നമ്മുടെ കുട്ടികളെ ബോധവൽക്കരിക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. ഞങ്ങളും അതിന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ നിയമത്തെക്കുറിച്ച്, നിയമമല്ല, പലരും സയൻസ് സ്റ്റുഡൻസ് ആയിരിക്കും, ആർട്സ് സ്റ്റുഡൻസ് ആയിരിക്കും, പക്ഷേ നിയമം ആരാണെങ്കിലും ശരി, നിയമം നമുക്ക് ആവശ്യമാണ്. എവിടെ ചെന്നാലും, യു മേ ബി ലിവിങ് ഇൻ ഇംഗ്ലണ്ട്, അമേരിക്ക, അവിടെയൊക്കെ ആയിരിക്കും, മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ പോകും. പക്ഷേ ബേസിക് ആയിട്ടുള്ള നിയമത്തെ കുറിച്ചുള്ള ഒരു അറിവ് എവിടെ ചെന്നാലും നിങ്ങൾക്ക് അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുമെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ അബ്ദുൽ ഹക്കീം സാറിലേക്ക് ഞാൻ വീണ്ടും ഞാൻ വരികയാണ്. താങ്കളുടെ ടെനുവർ 3 വർഷമാണ്, 5 വർഷമായിരുന്നു, 3 വർഷമാക്കിയതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനകത്ത് പിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ടെനുവർ അവസാനിപ്പിച്ച് പോകേണ്ടി വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിൽ അമെൻമെന്റ് വന്നെങ്കിലും 3 വർഷമായിട്ട് ചുരുങ്ങിയെങ്കിലും ഒരു ടേം കംപ്ലീറ്റ് ചെയ്താൽ അടുത്ത ടേം വീണ്ടും അയാളെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ അതിനകത്ത് നിലനിർത്തിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ആക്ടിൽ അത് നിലനിർത്താത്തത് കാരണം അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. പക്ഷെ കഴിവുള്ളവർക്ക് ഒരു സ്ഥാനവും വേണമെന്നില്ല. They will have the power to ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനകീയനാണെങ്കിൽ വേറെ എത്രയോ തുറകൾ ഉണ്ടാവും നമുക്ക്. സാറിന്റെ ക്ലാസ് നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാം. സാറിന് ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റു ഒരുപാട് കാര്യങ്ങൾ. ദർ ഇസ് നോ റെസ്റ്റ് ഫോർ യു സർ. അജിത് സാർ പറഞ്ഞ പോലെ ആരോഗ്യവാനാണ്. ഞങ്ങളൊക്കെ തലമുടി കുറച്ച് പെയിന്റ് ഒക്കെ ഉണ്ടാവും. അദ്ദേഹം അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം വളരെ ചെറുപ്പക്കാരനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതൊന്നും അല്ല ഞങ്ങളുടെയൊക്കെ തലമുടി, റിയൽ തലമുടി കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും താങ്കൾക്ക് ആരോഗ്യ സൗഭാഗ്യം നേരുന്നു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇനിയും വളരെ ഊർജ്ജസ്വലനായി ജനമധ്യത്തിൽ പ്രവർത്തിക്കാനുള്ള ഇത് വരട്ടെ. സാക്ഷാൽ ജഗദീശനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരണീയനായ അധ്യക്ഷൻ, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ മോഹൻദാസ് സാർ, ഏറെ ബഹുമാന്യനായ ജസ്റ്റിസ് PG അജിത് കുമാർജി, പ്രിയപ്പെട്ട സുഹൃത്തും വിവരാവകാശ നിയമത്തിൻ്റെ പ്രയോക്താവുമായ DB ബിനു അവർ, എൻ്റെ പ്രവർത്തനത്തിന് എപ്പോഴും ഊർജം പകർന്നുകൊണ്ടിരുന്ന, ഇപ്പോഴും ഇരിക്കുന്ന ആദരണീയനായ ഫാദർ അനിൽ ഫിലിപ്പ് CMI, ബഹുമാന്യനായ RT കേരള ഫെഡറേഷൻ്റെ രക്ഷാധികാരി ശ്രീ KNK നമ്പൂതിരി സാർ, ഏറെ പ്രിയങ്കരനായ പരിവർത്തൻ കേരളയുടെ കോർഡിനേറ്റർ ഐബ് ജോസഫ്, ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഞാനിവിടെ വന്നപ്പോഴാണ് ഈ ചടങ്ങിൽ 2 സെഷനുകളുണ്ട് എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഒരു സമ്മിശ്ര രൂപത്തിലാണ് ഞാനുള്ളത്. വിവരാവകാശ നിയമത്തെക്കുറിച്ച് ആദ്യമായി അറിയാൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലോകത്തെ 56 രാജ്യങ്ങൾ വിവരാവകാശ നിയമം നടപ്പാക്കി. നമുക്ക് ശേഷം നിരവധി രാജ്യങ്ങളിൽ വന്നിട്ടുണ്ട്. ജനാധിപത്യത്തിന് അടിസ്ഥാന സ്തംഭങ്ങളായി പറയുന്ന 4 എണ്ണങ്ങൾ കൂടാതെ, അഥവാ ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും പ്രസ്സും എന്ന 4 സ്തംഭങ്ങൾ കൂടാതെ ജനാധിപത്യത്തിന്റെ നെടുംതൂണായി ജനങ്ങൾ രംഗപ്രവേശനം ചെയ്ത ചരിത്രമാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇന്ത്യ മഹാരാജ്യം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരാവകാശ നിയമത്തിന്റെ സ്ഥാപക ലക്ഷ്യം ജനങ്ങളെ, ജനാധിപത്യ സർക്കാരും
ഇടപെടുത്തിക്കുക, പങ്കാളികളാക്കുക എന്നതാണ്. അഥവാ ഡെമോക്രസിയുടെ ജനപ്രാതിനിധ്യ നിയമഭരണ സംവിധാനത്തിൽ നിന്ന് നമ്മുടെ ജനാധിപത്യത്തെ ജനപങ്കാളിത്ത സംവിധാനത്തിന്റെ പ്രായോഗിക തലത്തിലേക്ക് കൈപിടിച്ചാനയിച്ച മഹത്തായ വിപ്ലവമാണ് 2 പതിറ്റാണ്ടായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവരമറിയാനുള്ള നിയമവും അതൊരവകാശവും അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും ഒക്കെ നമുക്ക് നേരത്തെ ഉണ്ടായി. പക്ഷേ ഒരു പൊതു അധികാര സ്ഥാനത്ത് സർക്കാർ ഓഫീസിൽ നിന്ന് സർക്കാരിന്റെ വിവരങ്ങൾ ഒറിജിനിൽ നിന്ന് കൈകടത്തലുകളില്ലാതെ വ്യാഖ്യാനങ്ങളില്ലാതെ പൗരന് സത്യസന്ധമായി ലഭിക്കുന്നു എന്നത് നിസ്സാര കാര്യമല്ല. നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് ഇഷ്ടംപോലെ വിവരത്തിന് ഇപ്പൊ ക്ഷാമമൊന്നുമില്ല. നമ്മുടെ ഫോൺ ഉണ്ടെങ്കിൽ, നമുക്ക് ചാനൽ ഉണ്ടെങ്കിൽ, TV ഉണ്ടെങ്കിൽ, നമ്മൾ എവിടെ ഇരുന്നാലും വിവരം ഇഷ്ടം പോലെ കിട്ടും. ഇനി കിട്ടുന്നതൊക്കെയും നമുക്ക് തരുന്ന ആളിന്റെ ഏജൻസിയുടെ വേർഷനാണ്. ഒരേ വാർത്ത നിങ്ങൾ 10 പത്രങ്ങൾ വായിച്ചാൽ, 5 ചാനലുകൾ കണ്ടാൽ 5 വേർഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. എന്നാൽ വിവരാവകാശ നിയമം നമുക്ക് തരുന്നത് ഈ കൈകടത്തലുകളൊന്നുമില്ലാതെയും ആലങ്കാരികതയില്ലാതെയും പച്ചയായ വിവരങ്ങൾ സത്യമായ രൂപത്തിൽ സാക്ഷ്യപ്പെടുത്തി നമ്മുടെ ലഭിക്കുകയാണ്. ഇറ്റ് ഈസ് ദ ഓതന്റിക് ഫോം ആൻഡ് വേർഷൻ ഓഫ് ഇൻഫർമേഷൻ. അത് സമൂഹത്തിലെ ഏറ്റവും താഴേക്കടയിലുള്ളവനെ പരിഗണിച്ച നിയമമാണിത്. നീതിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യം എന്ന് ബഹുമാന്യനായ ജസ്റ്റിസിനെ എത്തിക്കൊണ്ട് എനിക്ക് പറയാൻ നിർബന്ധിതരാണ്. റൈറ്റ്, നമ്മൾ നീതിക്കുള്ള പോരാട്ടം ഒരുപാട് ചെലവേറിയതാണ്. നീതി എളുപ്പവുമാണ്, നീതി ശുദ്ധവുമാണ്, നീതിയുടെ ഫ്ലോ വളരെ സുഗമവുമാണ്. പക്ഷേ ആ സുഗമമായ ഒഴുക്കിലേക്ക് നമ്മെ കൊണ്ട് എത്തിക്കുന്നതിനുള്ള പോരാട്ടങ്ങൾക്ക് ചെലവെടുപ്പാണ്. എന്നാൽ ഏറ്റവും താഴേക്കിടയിലുള്ളവരെ പരിഗണിച്ച 10 രൂപയും വെള്ള കടലാസുമുണ്ടെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് വരെയും അല്ല സുപ്രീം കോടതിയിൽ വരെയും പോയി നമുക്ക് വിവരങ്ങൾ കാണാം. നമുക്ക് പൗരന് ലഭിക്കുന്ന അവകാശങ്ങൾ 4. ഒന്ന്, ഏത് സർക്കാർ ഓഫീസിലും ഏത് ഓഫീസറുടെ കൈവശത്തിലുമുള്ള ഫയലുകൾ ആക്ട് പറയുന്നത് യു ക്യാൻ ഇൻസ്പെക്ട്, നമുക്ക് പരിശോധിക്കാമെന്നാണ് പറയുന്നത്. ഇൻസ്പെക്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. 2, അതിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം, കോപ്പി എടുക്കാം, കുറിപ്പെടുക്കാം. 3ാമത്തേതാണ്, നമ്മൾ ഡിമാൻഡ് ചെയ്താൽ കോപ്പി സാക്ഷ്യപ്പെടുത്തി തരും. പക്ഷെ അതിന് കോസ്റ്റ് ഉണ്ട്, ചെലവ് നമ്മൾ കൊടുക്കണം. 4ാമത്തത്, നമുക്ക് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അതുപോലുള്ള എന്ത് കാര്യത്തിന്റെയും സാമ്പിൾസ്, മോഡൽസ് നമുക്ക് ആക്ച്വൽ കോസ്റ്റ് കൊടുത്ത് നേടാം. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുക. കുറിച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 20 പെൺകുട്ടികളുണ്ടെങ്കിൽ ഒരു ബാത്റൂം വേണം, 40 ആൺകുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ സൗകര്യം വേണം എന്നൊക്കെ പറയുന്ന അവകാശങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ വിദ്യാഭ്യാസ അവകാശ നിയമം എങ്ങനെ പ്രയോഗിക്കുന്നു നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്കറിയാവുന്ന നിയമം വിവരാവകാശ നിയമമാണ്. അത് തന്നെയാണ് ആരോഗ്യ മേഖല എടുത്താലും മറ്റ് സ്വകാര്യ മേഖലകൾ പോലും. കാരണം സർക്കാരിന് ഇപ്പൊ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഇവിടെ പറഞ്ഞു, പ്രത്യക്ഷ മാത്രമല്ല, ഒരു വ്യാപാരി അഡ്വർടൈസ്മെന്റ് നടത്തും. അയാളുടെ സ്ഥാപനങ്ങൾ വാങ്ങാൻ വേണ്ടി ഭയങ്കരമായ പരസ്യം നടത്തി അവിടേക്ക് ക്ഷണിക്കും. ഈ ക്ഷണിക്കുമ്പോൾ അവൻ പറയുന്ന മോഹനം ഇപ്പോ ബേസ് ഫോമിന്റെ വിലയും ടോപ്പ് വേർഷന്റെ വേരിയന്റിന്റെ പരസ്യവും പടവുമായിരിക്കും ഒരു മോട്ടോർ വ്യാപാരി ചെയ്യുന്നത്. ഏറ്റവും ടോപ്പായ വേർഷന്റെ പടം കൊടുക്കും, എന്നിട്ട് വില ഏറ്റവും ബേസ് ഫോമിന്റേതായിരിക്കും. അങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന പലതരം ചതിവുകളും പരസ്യങ്ങളുടെ നടുവിൽ ഇതെല്ലാം നേരെ നടത്തിക്കൊണ്ടു പോകുന്നു. ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നാട്ടിൽ പെട്ടിക്കടയുമായി നടക്കുന്ന 4 മീൽ വണ്ടിയുമായി നടന്ന് പഴം കച്ചവടം ചെയ്യുന്നവൻ സാർ, പഴയ പഴം എന്നൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കുന്നത് പഴം എന്ന് പറഞ്ഞതായിട്ടാണ്. നമ്മൾ ഓടിച്ചെന്ന് ഇവൻ ചോദിച്ച വിലയ്ക്ക് പഴം വാങ്ങി വീട്ടിൽ കൊണ്ട് നടിച്ചു നോക്കുമ്പോഴാണ് ഇത് പഴയ പഴമാണെന്ന് മനസ്സിലാകുന്നത്. അയാൾ പഴയ പഴം എന്ന് വിളിച്ചു പറയുന്നത്. എന്ത് വേണം? കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കണം ഈ നിയമത്തെ സംരക്ഷിക്കാൻ. ഇന്ത്യ രാജ്യത്തിന്റെ മഹത്തായ ജനാധിപത്യ ചരിത്രത്തിന്റെ ഒരു വഴിത്തിരിവിൽ, ഒരു ദശാസന്ധിയിൽ, ഞാൻ പറയുക, ജനാധിപത്യത്തിന്റെ ഇരുളടഞ്ഞ പാതിരാവിൽ ഉദിച്ചു വന്ന പ്രകാശകിരണമാണ്, സൂര്യകിരണമാണ് വിവരാവകാശ നിയമം. പാതിരാവിൽ നട്ടപ്പാതിരാക്കി സൂര്യൻ ഉദിച്ചാൽ എന്തുണ്ടാവും നമുക്കറിയാം, അല്ലേ? വെറുതെ പറയുന്ന നാട്ടുകൾ ചൊല്ലുണ്ട്, അരമന രഹസ്യം അങ്ങാടി പാട്ടാക്കി.
അരമന രഹസ്യങ്ങളെ അങ്ങാടിപ്പാട്ടാക്കുവാനുള്ള, അങ്ങാടിയിലേക്ക് വിതരണം ചെയ്യുവാനുള്ള ഔദ്യോഗികമായ ആധികാരികമായ നിയമ സംവിധാനമാണിത്. ഇന്നിപ്പോ നമ്മുടെ പണ്ട് അധികാരത്തിന്റെ ശ്രീകോവിലിരുന്ന നേർസാക്ഷ്യം തിരിപ്പെട്ട് മുമ്പൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ ഒരു ഉദ്യോഗസ്ഥ ഓഫീസറോട് നമ്മൾ മേളിൽ നിൽക്കാൻ, ഞാൻ എന്റെ ഓർഡറുണ്ട്, പൗരന്, അപേക്ഷകന്, ഹർജിക്കാരന് നിങ്ങൾ മറുപടി കൊടുത്താൽ പോരാ, പിന്നെന്താണ് വിവരം കൊടുക്കണം. ഈ വിവരം ഇവിടെ ലഭ്യമല്ല, ഈ ഫയൽ കാണാനില്ല, നോക്കി കാണുമ്പോൾ കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് പറയുന്നത് മറുപടിയാണ്. പൗരന് ആ മറുപടി പോരാ. പൗരന് കിട്ടേണ്ടത് അവൻ ആവശ്യപ്പെട്ട വിവരമാണ്. ആ വിവരം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞവരെ കൈയും കെട്ടി കമ്മീഷന്റെ മുന്നിൽ വന്ന് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എക്സിക്യൂട്ടീവിനെ പരിവർത്തിപ്പിച്ചെടുക്കുന്നതാണ്. അപ്പോ ജനാധിപത്യത്തിന്റെ നെടുന്തൂണായ അഞ്ചാം തൂണായി വളർന്നു നിൽക്കുന്ന ഈ നിയമത്തെ സംരക്ഷിക്കുന്നതിന് വിദ്യാസമ്പന്ന യുവസമൂഹം മുന്നോട്ട് വരണം. ഉദ്ഘാടകനോട് പറഞ്ഞു വെച്ചത് ഒരു ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കുന്നതിന് മുമ്പ് ഫയൽ ചെയ്യുന്ന രേഖകളിൽ ഒന്ന് അയാളുടെ ആസ്തി സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റ് ആണ്. I am of the humble opinion that when he is demitting his office, then also he should submit a statement about his properties. Right? ഒരാള് അധികാരം വിട്ടു പോകുമ്പോൾ, ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് വിട്ടുപോകുമ്പോഴും അയാൾ എന്ത് വേണം? അയാളുടെ സമ്പത്ത് സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റ് പബ്ലിക്കിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് ഇത് കൈ ഉയർത്തി അടുത്ത ആസിഡ് ടെസ്റ്റിലേക്ക് അയക്ക് വരാവുന്നതാണ്. അത് വേണം. ഈ നിയമത്തെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ത്യ രാജ്യത്ത് ഇത്രയും ജനങ്ങൾ താഴേക്കിടയിൽ ഉപയോഗിച്ച ഒരു നിയമം വരെ ഇത്രയും പോപ്പുലറായി ജനങ്ങളെടുത്ത് ഉപയോഗിച്ച നിയമം ഇല്ല. അത്ര ശക്തമായ നിയമമാണ്. ഈ നിയമത്തിന്റെ ചിറകരിയാനോ കൂട്ടിലടയ്ക്കാനോ നിയമത്തെ ദുർബലപ്പെടുത്താനോ ഇതിന്റെ മറുഭാഗത്ത് നേരത്തെ പറഞ്ഞ തിക്തമനം അനുഭവിക്കുന്നവർ ശ്രമിക്കുക സ്വാഭാവികമാണ്. അത്തരം ഘട്ടങ്ങളിൽ അതിനെതിരെ ശക്തമായി നിലകൊള്ളുവാൻ വിദ്യാസമ്പന്ന യുവസമൂഹം വിവരാവകാശ നിയമത്തെ വളരെ ഗൗരവമായി പഠിക്കണം. എന്റെ അഭിപ്രായത്തിൽ ഇത് കരിക്കുലത്തിന്റെ ഭാഗമാക്കണം. വിവരാവകാശ നിയമം സംബന്ധിച്ച് സ്കൂൾ കോളേജ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. വളരെ ഗൗരവമായ ഗവേഷണങ്ങൾക്ക് ആകെ 31 സെക്ഷനുകളെ ഇതിനുള്ള 31 ഖണ്ഡികകളെ ഉള്ളൂ. പക്ഷേ 31 വകുപ്പുകളാണ് വരുത്തിയിട്ടുള്ളത്. യുവാക്കളാണ് നമ്മുടെ സമൂഹത്തിൽ വിവരാവകാശ നിയമത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ 3 മുതലേ ഉള്ളൂ. ആകെ 1 വികസനം, 2 ക്ഷേമം, 3 ആശ്വാസം. ഈ 3 നടപടികളെ സർക്കാർ ഉള്ളൂ. വികസനവും ക്ഷേമവും ആശ്വാസവുമാകുന്ന പ്രവർത്തനങ്ങൾ എന്റെ അമ്മ നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, എന്റെ നാട്ടാരുടെ നന്മയ്ക്ക് വേണ്ടി, എന്റെ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി എത്രമാത്രം ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അറിയുവാനുള്ള ആയുധമായി ആരോഗ്യകരമായ രീതിയിൽ വിവരാവകാശ നിയമത്തെ ഉപയോഗപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയണം. കലാലയങ്ങളിൽ ആർടി ക്ലബ്ബുകൾ കൂടുതലുണ്ടാവണം. റെസിഡൻസ് അസോസിയേഷനുകളുടെ ഭാഗമായി ആർടി പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ജനാധിപത്യത്തെ ശാക്തീകരിക്കുവാൻ നിങ്ങൾക്കാവണം. അതിന് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് സകല ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. വിശദീകരിച്ചുകൊണ്ട് പ്രഭാഷകരെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് പറയുന്നു എന്നൊരു ആശയക്കുഴപ്പത്തിലാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി സഫർ അഫ്ലർ ചർച്ചകൊണ്ട് തന്നെയാണ് ഇവരും ഈ അബ്ദുൽ ഹക്കീം സാറിന്റെ ജീവിതത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഈ സദസ്സിലേക്ക് അദ്ദേഹത്തെ കൊണ്ടും ഞാൻ സ്വാഗതം ചെയ്യും. പ്രവർത്തനങ്ങളെ കൂടുതൽ വിപുലമാക്കുകയും
സമീപകാലത്ത് പ്രധാനപ്പെട്ട പല ഇടപെടലുകളും നടത്തി ഈ നിയമം സാധാരണ ജനങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുകയും ജനപക്ഷത്ത് നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ വിവരാവകാശ കമ്മീഷണർ എന്ന് തീരുമാനിച്ച ദേശീയ അവാർഡ് ഡൽഹിയിൽ വെച്ച് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ ആസ്ഥാനത്ത് വെച്ച് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആ സമ്മാനം കൊടുക്കുന്ന അതിന് സാക്ഷിയാകാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. ചില സമ്മാനങ്ങൾ ചിലർക്ക് നൽകുമ്പോൾ സമ്മാനം തന്നെ സമ്മാനിതമാകുന്നു എന്ന് പറയാം. ചില ആളുകൾ ചില മേഖലകളിൽ കടന്നു ചെല്ലുമ്പോൾ അതിന്റെ ഫലപ്രാപ്തി, ആ നിയമത്തിന്റെ ഫലപ്രാപ്തി വിശാലമായ അർത്ഥത്തിൽ വലുതാവുകയും ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു നിയമമുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. ഈശയെ ആണെങ്കിൽ പലപ്പോഴും TN സ്റ്റേഷനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ജനാധിപത്യത്തിന്റെ മഹോത്സവം എന്ന് പറയുന്ന ഇന്ത്യയിൽ നടക്കുന്ന ഇലക്ഷൻ പലപ്പോഴും ഡ്രിങ്കിങ്ങും അതുപോലെ മാൽ പ്രാക്ടീസും കൊണ്ട് പലപ്പോഴും സമ്പന്നമാകാറുണ്ട്. ഇതിലൊരു പരിധിവരെ ഇല്ലാതാക്കുന്നത് അതിശക്തമായ ഇടപെടലുകളുടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നതിൽ മലയാളിയായ ശ്രീ TN ശേഷന്റെ പങ്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടുള്ളതാണ്. ശേഷന് മുമ്പും ശേഷന് ശേഷവുമുള്ള തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. വിവരാവകാശ നിയമം അതിനു മുമ്പും അതിനുശേഷവും എന്ന് മാധ്യമ പ്രവർത്തകരെ തന്നെ വിശേഷിപ്പിക്കാറുണ്ട്. മാധ്യമ പ്രവർത്തനത്തെ കൂടുതൽ വിപ്ലവാത്മകമാക്കി മാറ്റി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. നമ്മുടെ ഭരണ സംവിധാനത്തെ കൂടുതൽ പ്രതിബദ്ധതയും കൂടുതൽ സുതാര്യവുമാക്കി മാറ്റി വിവരാവകാശ നിയമം. ആ നിയമത്തിന്റെ ചക്രവാളങ്ങളെ കൂടുതൽ വികസനമാക്കുന്നത് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ 3 വർഷം എന്നതിനെ സംബന്ധിച്ച് ഒരു കമ്മീഷൻ കിട്ടുന്ന വളരെ ചെറിയൊരു കാലയളവ് മാത്രമാണ്. ഈ ചെറിയ സമയത്തിനുള്ളിൽ വിസിറ്റുകൾ നടത്തുക എന്നത് കളക്ടറേറ്റുകളിലേക്കും സർക്കാർ ഓഫീസുകളിലേക്കും വിവരാവകാശ നിയമപ്രകാരമുള്ള രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ മിന്നൽ പരിശോധനകൾ നടത്തുക എന്ന ഒരു സംരംഭം ആരംഭിച്ചത് ബഹുമാനപ്പെട്ട ശ്രീ ഹക്കീം സാറിന്റെ ഇടപെടലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട നിരവധി കമ്മീഷനുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. നിരവധി കമ്മീഷൻ റിപ്പോർട്ടുകളുടെ ശവപ്രമാണം നമ്മുടെ രാജ്യത്ത്. പല കമ്മീഷൻ റിപ്പോർട്ടുകളും ആഭ്യന്തര വകുപ്പിന്റെ അലമാരകളിൽ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന കാലഘട്ടം. അതിന്റെ ഭരണ സംവിധാനത്തിന്റെ ഗർഭഗൃഹത്തിൽ നിന്നും ഇത്തരത്തിലുള്ള മാറാല പിടിച്ച റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവരികയും പൊതുജന സമക്ഷം കൊണ്ടുവന്ന് അത് ചർച്ച ചെയ്യപ്പെടുകയും അത് നടപ്പിലാക്കാനുള്ള സാധ്യതകൾ ആരായുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കമ്മീഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഞാൻ ഓർക്കുന്നു. നാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വീടിന് വേണ്ടി നമുക്ക് കൊടുക്കുന്ന ഈ ബിൽഡിംഗ് പ്ലാൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം മറ്റൊരാൾക്ക് ലഭ്യമാക്കാമോ എന്ന ഒരു നിയമപരമായ പ്രശ്നം അന്ന് ഉന്നയിക്കരുത്. കൊച്ചി നഗരസഭയിൽ നമ്മുടെ വീടിന് പാസ്സാക്കുന്നതിന് വേണ്ടി പ്ലാൻ കൊടുത്താൽ അത് മൂന്നാമതൊരാൾ ചോദിച്ചാൽ കൊടുക്കണോ എന്നതാണ് ചോദ്യം. പാലാട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ ആദ്യത്തെ വിവരാവകാശ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനായിരുന്നു. ഈ നിയമത്തിന്റെ അന്തസ്സത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ നിയമത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി അദ്ദേഹത്തെ നിയമിച്ച ഘട്ടത്തിൽ അന്ന് MP ആയിരുന്ന വിവരാവകാശ നിയമം അനിവാര്യമാണ് എന്ന് കമ്മീഷൻ പറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പൊതു താല്പര്യം അതിന് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ ആ പൊതു താല്പര്യം, വിശാലമായ പൊതു താല്പര്യം എന്ന വാക്ക് നിയമത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നതാണ് ജസ്റ്റിസ് BN ശ്രീകൃഷ്ണൻ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ നിയമം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കൊണ്ട് നമ്മുടെ ഭരണ സംവിധാനത്തെ സമൂലമായ പരിവർത്തനം വരുത്തുന്നതിനുള്ള തുടക്കം കുറിക്കാൻ
ഈ വിവരാവകാശ നിയമത്തിൽ കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ജനക്ഷേമകരമായി അതിനെ വ്യാഖ്യാനിക്കുകയും നിയമത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന രീതിയിൽ ഈ നിയമത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നൊരു സമൂഹം സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ ഈ നിയമം പൊതുസമൂഹത്തിന് ഗുണപ്രദമാകും. അത്തരത്തിലുള്ള ഒരു അവസ്ഥയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹക്കീം സാറിന് കൂടുതൽ സജീവമായി 3 വർഷം അദ്ദേഹം വളരെ ദീർഘകാലമായി സർക്കാർ സർവീസിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളാണ് ഒരു ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന നിലയിൽ ഇത്രമാത്രം മെച്ചപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. ആ 3 വർഷം അദ്ദേഹം ആർജിച്ച ആ അനുഭവങ്ങൾ കൂടി പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറ്റൊന്ന് ബഹുമാന്യനായ ഫാദർ അനിൽ ഫിലിപ്പ് അവരാണ്. അവരോട് എനിക്കുള്ള ഒരു നന്ദി ഉപഹാരമായി അങ്ങ് കൊടുക്കണം എന്ന് ഏതാണ്ട് 20 വർഷങ്ങൾക്കപ്പുറം നടന്ന ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ സംസാരം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തീർക്കാൻ പോകുന്ന സംസാരം ആരംഭിക്കുന്നത്. 2006 ഒക്ടോബർ 13-നാണ് വിവരാവകാശ നിയമത്തിൻ്റെ 1 വർഷത്തെ 1 വയസ്സ് പൂർത്തിയാവുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഇന്ത്യയിലെ വിവരാവകാശ രംഗത്തെ പ്രവർത്തകരുടെയും കമ്മീഷണർമാരുടെയും ഒരു വലിയ ത്രിദിന വർക്ക്ഷോപ്പ് ഡൽഹിയിൽ നടത്തി. ആ വർക്ക്ഷോപ്പിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ഞാൻ SIC വിവരാവകാശ കമ്മീഷനെ മുക്കിക്കളയുക, അവർ ജനാധിപത്യപരമായി പെരുമാറുക എന്ന് ആവശ്യപ്പെടുന്ന മുദ്രാവാക്യമാണ് പിന്നീട് 1 വയസ്സ് പ്രായമുള്ള വിവരാവകാശ നിയമത്തിൻ്റെ 1ാം വാർഷിക വേളയിൽ ഇന്ത്യയിലെ മുഴുവൻ ഈ രംഗത്തെ ആക്ടിവിസ്റ്റുകളുടെയും കമ്മീഷണർമാരുടെയും സംയോജിതമായ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ഒരു പരിപാടിയിലാണ്. ഈ കുട്ടികൾ അപ്പം പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം ആ കുട്ടികളുടെ നിലപാടിൽ നിന്നാണ്. അവർ ഉന്നയിച്ച വിഷയം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊടുത്ത അപേക്ഷകൾക്ക് അവരാവശ്യപ്പെട്ട വിവരങ്ങളും മാർക്കിന്റെ വിവരങ്ങളും ലഭ്യമായില്ല എന്ന് തന്നെയല്ല, ആ ലഭ്യമാക്കാത്തത് ശരിയാണ് എന്ന നിലയിൽ ഇൻഫർമേഷൻ കമ്മീഷൻ നിലപാടെടുത്തതിനും കൂടി എതിരാണ്. നമ്മുടെ പ്രസിഡന്റ് പിന്നെ ഇന്ത്യയിൽ ഒരു നിയമത്തിലും ഇപ്പോ കാർഷിക പരിഷ്കരണത്തിന് വേണ്ടിയുള്ള നിയമം കേരളത്തിൽ ഉൾപ്പെടെ എത്രയോ രാജ്യങ്ങളിൽ സംസ്ഥാനങ്ങളിലുണ്ടായി. പക്ഷേ നിങ്ങൾ അറിയുക, വിവരാവകാശ നിയമം സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുത്ത അത്രയും ആളുകൾ മറ്റൊരു നിയമത്തിനും സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടില്ല. അമിത്വ എന്ന് പറയുന്ന ഗുജറാത്തിലെ ഹൈക്കോടതിയുടെ മുമ്പിൽ വെച്ച് 2 ആളുകളുടെ വെടിയേറ്റ് മരിച്ച അമിത്വയിൽ കിടക്കി തുടങ്ങി ഒരു 100 ആളുകളുടെ പേര് എനിക്ക് പറയാനാവും. നമുക്കത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള സ്വകാര്യമായ നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട നമ്മുടെ വിവരങ്ങൾക്കെല്ലാം ഇത് മൂർച്ചയുടെ ആയുധമായി എടുക്കുക തന്നെ വേണം.
അതിനൊക്കെ അപ്പുറം നമ്മുടെ മുന്നിൽ കാണുന്ന തെറ്റുകളെ ചെറുക്കാൻ, നമ്മുടെ ജനാധിപത്യത്തിൽ കാണുന്ന, ഭരണ സംവിധാനത്തിൽ കാണുന്ന അഴിമതി ഉൾപ്പെടെയുള്ള, ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരായി 33 കൊല്ലം ജോലി ചെയ്തയാളാണ്. ഞാൻ പറയുന്നു, അത്തരം പിഴവുകളെ തിരുത്താൻ വേണ്ടിയുള്ള ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ ആയുധമായി വളർത്തിയെടുക്കണം ഈ വിവരാവകാശ നിയമം. അപ്പൊ അതിൽ സാർ എന്താ ഈ ചടങ്ങിന്റെ പ്രസക്തി? ഈ ചടങ്ങിന്റെ പ്രസക്തി കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കേരളത്തിലെ ആദ്യത്തെ ഒരു ജനപക്ഷ ഭരണ സംവിധാനത്തിന്റെ പേര് മലബാർ ജില്ലാ ബോർഡ് എന്നായിരുന്നു. ജനപക്ഷതയ്ക്കുള്ള അംഗീകാരമാണിത്, വേറെ ഒന്നുമല്ല. ഉദ്യോഗസ്ഥന്മാർക്ക് എനിക്കറിയാം, സാർ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് പല കാര്യങ്ങൾക്ക് അവാർഡ്, ഗുഡ് സർവീസ് ഒക്കെ ധാരാളം കിട്ടും. ഞാൻ 33 കൊല്ലക്കാലം സർവീസിൽ ഇരുന്നയാളാണ്, കിട്ടും. പക്ഷെ ഈ ഗുഡ് സർവീസ് സെന്റർ കിട്ടിയല്ല, ജനങ്ങളുടെ ഗുഡ് സർവീസ് സെന്റർ ഓർമ്മിക്കപ്പെടുന്ന വിധികൾ മാത്രമല്ല, ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു കിട്ടുന്ന അധികാരം. ബിനു ശ്രദ്ധേയരാകുന്നത് എങ്ങനെയാണ്? ബിനു ഇപ്പോൾ ശ്രദ്ധേയരാകുന്നത് ബിനുവിനേക്കാൾ അസ്രായി പ്രസംഗിക്കുന്ന ആളാണ്, പ്രസംഗങ്ങളല്ല. ഒരു അവസരം കയ്യിൽ കിട്ടിയപ്പോൾ ആ അവസരത്തെ എങ്ങനെയാണ് ഈ പാവപ്പെട്ട, വേറെ ആശ്രയമില്ലാത്ത സാധാരണ മനുഷ്യന്റെ കണ്ണുനീരൊപ്പുവാൻ നമുക്ക് എങ്ങനെ പ്രയോഗിക്കാനാവും എന്ന് തെളിയിക്കുക വഴിയാണ് DP ബിനു എന്ന് പറയുന്ന നമ്മുടെ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ചിരസ്മരണീയനാവുന്നത്. ബിനുവിനും ഞാൻ കൊടുക്കുന്നു ഒരു പൂച്ചണ്ട്. അദ്ദേഹവും ഞാനൊക്കെ ഒരു കളരിയിൽ നിന്നതാണല്ലോ എന്നുള്ളതിൽ അഭിമാനവും എനിക്ക് തോന്നാറുണ്ട്, അത് പറയാറുണ്ട്. അപ്പോൾ ഞാൻ നിർത്തുന്നു. ഞാൻ സംസാരിച്ചു പോയാൽ ഞാൻ സംസാരിക്കും. വിവരാവകാശ നിയമം എന്ത് എന്നതിൻ്റെ വേണ്ടിയാണ്. ഞാനിജാലകവാതിലിൻ ചെറുമുളം തണ്ടിൽ ഞൊറിഞ്ഞിട്ടതാണീ നീലത്തുകിൽ ശരദേന്ദുകലയെ പാവാട ചാർത്തിക്കുവാൻ ഹാ നിത്യം ചിറകെട്ടടിച്ചു ചിതറിക്കീറിപ്പറപ്പിച്ചു ഞാൻ നിസ്സർഗതപസമാധിയിലിരിക്കുമ്പോൾ കൊടുങ്കാറ്റുകൾ ആവർത്തിച്ച് അമെന്മെന്റുകൾ വരുന്നു, കൊടുങ്കാറ്റുകൾ വരുന്നു. വിവരാവകാശ നിയമത്തെ പിടിച്ചു കെട്ടാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെയുള്ള പുതിയ പുതിയ വകുപ്പുകൾ വരുന്നു. ഇതിനകത്തെ പൊതു താല്പര്യം എന്നുള്ള പ്രത്യേക പരിഗണന അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയല്ല, അങ്ങനെ ജനപക്ഷ നിയമത്തിന്റെ ഈ ഹക്കീം സാറുമാർ ഉണ്ടാവട്ടെ, കമ്മീഷനുകളായി എന്ന് ആശംസിച്ചുകൊണ്ടാണ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യം ഞാൻ പറഞ്ഞു ഇതിന് 2 സെഷനുകളുണ്ടെന്ന് വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ കരുതിയത് നേരത്തെ ഒന്ന് സംസാരിക്കേണ്ടി വരില്ലെന്നാണ്. ഇനി 3 നാൾ കഴിയുമ്പോൾ അവസാനിക്കും. നന്ദിയോടെ, ഒരുപാട് അനുഭവങ്ങളോടെ, ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്ന ആശ്വാസത്തോടെയാണ് ഞാൻ മക്കളുടെ വിവരങ്ങളല്ല മാറ്റിവെച്ച് ഇതിന്റെ പുറകെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് പോയി താമസിക്കുമ്പോൾ ഓഫീസിൽ നിന്ന് ഞാൻ വരുമ്പോൾ പകൽ സമയം അവിടെ ചെയ്ത് തീർത്തതിനേക്കാൾ കൂടുതൽ ഫയലുമായിട്ടാണ് ഞാൻ വീട്ടിൽ വരിക. ആ ഫയലുകൾ നോക്കുന്നതിനുള്ള ഈർഷ മുഴുവൻ ഞാൻ ഇറക്കി വയ്ക്കുന്നത് വീട്ടുകാരുടെ മക്കൾ വായിക്കും. ഏറ്റവും വലിയ പ്രശ്നമായി കണ്ടത്, ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു സ്വച്ഛന്തമായ താളത്തിൽ ഒഴുകി പോകുന്ന ഒരവസ്ഥയായിരുന്നു വിവരാവകാശ കമ്മീഷൻ. അപേക്ഷകൾ കുറവായിരുന്നു, ഉള്ള അപേക്ഷകൾ തീർപ്പാക്കുന്നില്ലായിരുന്നു. അവരെ അസ്വസ്ഥമാക്കുകയും അപേക്ഷകൾ തീർപ്പാക്കുകയും വിവരം ലഭിച്ചില്ലെങ്കിൽ ചോദിക്കാൻ ഒരാളുണ്ടെന്ന് വരുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ
ഫ്രിക്ഷൻസ് ഉണ്ടായത്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻസ് ഉണ്ടായത് സാറ് പറയുന്നത് പ്രൊഫഷണലിനെ സംബന്ധിച്ച് ആലങ്കേയമായി പറയാൻ പറ്റും. ഞാൻ വളരെ വിനയത്തോടെ നിന്നോട് അഭ്യർത്ഥിക്കുന്നത്, വിവരാവകാശ കമ്മീഷൻ എന്ന മഹത്തായ സ്ഥാപനത്തെ വീണ്ടും ഉറക്കറയിലേക്ക് മടക്കി വിടാതിരിക്കുവാൻ നീട്ടിപ്പിടിച്ച വെല്ലുവിളിയാണ് നിങ്ങൾ നിർമ്മിക്കുന്നത്. എനിക്ക് ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ പിന്തുണയും ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ പാത വഴിതെറ്റിപ്പോകാതിരിക്കുവാൻ അതിലേറെ മാർഗനിർദ്ദേശവുമായി എന്നോടൊപ്പം സഞ്ചരിച്ച ആളാണ് ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് DV വിനു. അദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസവും ഞങ്ങൾ എല്ലാ ദിവസവും കൺസൾട്ട് ചെയ്യും, എല്ലാ കാര്യങ്ങളും കൺസൾട്ട് സംസാരിക്കും, ആർഗ്യുമെന്റ്സ് വരും. ചിലപ്പോഴൊക്കെ അദ്ദേഹം ചില കാര്യങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ എന്നോട് സംശയം പോലെ വാട്സപ്പിൽ ചോദിക്കും. അങ്ങനെ ഞങ്ങൾ ഡിറൈവ് ചെയ്തെടുത്ത പുതിയ പുതിയ കാര്യങ്ങളുണ്ടായി. അങ്ങനെ എന്നെ സഹായിച്ച രണ്ടാമത്തെ വ്യക്തിത്വമായിരുന്നു. എൻ്റെ പ്രവർത്തനത്തിന് കൊച്ചി കേന്ദ്രമാക്കി എൻ്റെ പരിപാടികൾക്ക് ഈ പ്രദേശം തട്ടകമാക്കി തന്ന ചവറ കൾച്ചറൽ സെന്ററിൻ്റെ നായകൻ ഫിലിപ്പച്ചൻ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നെയാണ്. രണ്ടുപേരോടുമുള്ള അകമഴിഞ്ഞ മനസ്സ് നിറഞ്ഞ നന്ദി. ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം തിരുവനന്തപുരത്തോ മറ്റെവിടെയോ അവരെല്ലാവരും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും ഒരു പരിപാടി സംബന്ധിച്ച് കൊടുത്തില്ല. ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യം, പ്രചാരണവും ബോധവൽക്കരണം എന്ന ലക്ഷ്യം. നമ്മൾ ഒരാളുടെ ഫൈൻ അടിച്ചാൽ ആ ഫൈൻ അടിച്ച വാർത്ത പത്രത്തിൽ വാർത്തയായിട്ട് കൊടുക്കുന്നതിന്റെ കാരണം ഒരു 10,000 പേര് പിന്നെ ഫൈൻ അടിക്കാതെ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചാരണം നൽകിയ മാധ്യമ ലോകത്തോട് എനിക്ക് അതിയായ നന്ദിയുണ്ട്. ആ നന്ദി ഇവിടെ എല്ലാവരുടെ മുന്നിൽ അറിയിക്കുകയാണ്. ഈ നിയമത്തിന്റെ കണ്ണും കാതുമായി നിൽക്കാൻ, ഈ നിയമത്തെ കണ്ണിലെ കൃഷ്ണപടി പോലെ സംരക്ഷിക്കുക. ഞാൻ നേരത്തെ പറയുന്നതിനകത്ത് കുറെ പുഴുക്കുത്തുകളൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം നിയമത്തെ ദുരുപയോഗം 10 രൂപ ഫീസ് വളരെ കുറവാണ്, ആർക്കും ചോദിക്കുന്ന ആളിന്റെ പർപ്പസ് പോലും പറയേണ്ടതില്ല, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സന്ദർഭത്തിൽ ഞാൻ പറയുന്നു, അമ്മ കുഞ്ഞിനെ എന്നത് കുഞ്ഞ് അഴുക്കിൽ കുഴഞ്ഞു കിടന്നാൽ അവനെ അഴുക്ക് പറ്റിയ കുഞ്ഞെന്ന് പറഞ്ഞെടുത്ത് ഉപേക്ഷിക്കാറില്ല. അവനെ എടുത്ത് കുളിപ്പിച്ച് പൗഡറിട്ട് അവൻ കവളത്തിൽ ഉമ്മയും കൂടെ തകത്തേക്ക് കൊണ്ടുപോകുന്ന അമ്മയെ പോലെ ഈ നിയമത്തെ സംരക്ഷിക്കുവാൻ, അമ്മ കുഞ്ഞിനെ പോലെ സംരക്ഷിക്കുവാൻ നമുക്കൊന്നിച്ച് പ്രവർത്തിക്കണം. അതിനായി നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. വളരെ വേദനയോടെയും നന്ദിയോടെയും എനിക്ക് ഓർക്കാനുള്ള മറ്റൊരു കാര്യം, RTI ക്ലബ്ബുകൾ അത് ഞങ്ങൾ ലോഞ്ച് ചെയ്തത് സേക്രഡ് ഹാർട്ട് കോളേജിലാണ്. നമുക്കൊന്നിച്ച് പ്രവർത്തിക്കണം. അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഞാനും ഒപ്പം ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ട് നിങ്ങളിവിടെ നൽകിയ എല്ലാ സ്വീകരണത്തിനും, ഇതുവരെ എനിക്ക് നൽകിയ എല്ലാ സഹകരണത്തിനും, ബഹുമാനപ്പെട്ട ഉദ്ഘാടകനുൾപ്പെടെ ഇവിടെ പറഞ്ഞ എല്ലാ നല്ല വചനങ്ങളും, ഈ രാജ്യത്തെ ഏറ്റവും നല്ല വിവരാവകാശ ഓഫീസർ എന്ന നിലയിൽ എന്നെ തിരഞ്ഞെടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തതിന് വേദിയൊരുക്കിയ ജോസഫ് വക്കീലിവിടെ വരും എന്ന് ഞാൻ കരുതിയിരുന്നു. ലോക പ്രവാസി ലീഗിന്റെ ജയ് ഹിന്ദ്. നിങ്ങൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് നിങ്ങളോട് ആദ്യം ഞാൻ നന്ദി പറയുകയാണ്. കാരണം നിങ്ങളുടെ സമയം എനിക്കറിയാം, കുട്ടികൾക്ക് ഓരോരുത്തർക്കും പോകേണ്ടതാണ്. എങ്കിലും ഒരു വിവരാവകാശ കമ്മീഷൻ എന്നതിൽ ദേശീയ അവാർഡ് കിട്ടിയ ഇത്രയും ഒരു സെക്ഷനോട് റെസ്പെക്റ്റ് കാണിച്ച ജനകീയനായിരുന്ന, അല്ലെങ്കിൽ 31 വകുപ്പുകളുള്ള ഒരു നിയമത്തെ, ചെറിയ നിയമത്തെ
വലിയ വഴികൾ തുറന്ന അത്രയും വലിയൊരു മനുഷ്യന്റെ യാത്രയപ്പാണ്. അത് നിസ്സാരമല്ല. പിന്നെ ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തരും, നിങ്ങളിപ്പം ഈ മുഖങ്ങളൊക്കെ ഓർത്ത് വെച്ചാൽ, വിവരാവകാശം എന്ന് കേട്ടാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആ DB മിനു സാറ്, അതുപോലെ പിന്നെ ഹക്കീം സാർ ഇപ്പോഴേ, അതുപോലെ മനുഷ്യാവകാശം എന്ന് കേട്ടാൽ അപ്പം എനിക്ക് ഓർമ്മ വരുന്നത് പെട്ടെന്ന് വരുന്നതാണ് മോഹൻദാസ് സാറ്. പിന്നെ അതുപോലെ അച്ഛൻ ഞാനുമായിട്ട് പേഴ്സണൽ ബന്ധമുണ്ട്. പിന്നെ ഇതുപോലുള്ള വലിയ കാര്യങ്ങൾക്കെല്ലാം വേദി ഒരുക്കുക, ചൂടും ചൂരും കൊടുക്കുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഈ ചാവറ കൾച്ചർ സെന്റർ അതിൻ്റെ മേധാവിയായിട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജഡ്ജി ഇന്ന് പിന്നെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യം, അല്ലെങ്കിൽ ഹേമ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, കമ്മീഷന്റെ നിഗമനം ഹൈക്കോടതി ശരിവെച്ചു എന്ന് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട കമ്മീഷണർക്ക് ആ തലയിലെ ഒരു പെൺതൂവൽ കൂടി വെച്ചത് കണ്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ അംഗീകാരങ്ങളും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സമൂഹത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ മഹാരഥന്മാർക്കെല്ലാം ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. സാധിച്ചത് സന്തോഷമുണ്ട്. ഞാൻ പറയുന്നത് വേടന്റെ പാട്ട് പോലെയല്ല, ഇത് നമ്മൾക്ക് ഇതിന്റെ പ്രസക്തി ധാരാളം അറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിന് വന്നില്ലേ.